വാർത്താ ബുള്ളറ്റിൻ തുടരുന്നു. തിരുവനന്തപുരത്ത് നന്ദൻകോട്ട് സ്വരാജ് ഭവനിൽ തീപിടുത്തമുണ്ടായി. 2 കാറുകൾ കത്തിനശിച്ചു. അഗ്നിശമന സേന എത്തി തീ അണച്ചു. സാരംഗ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. സാരംഗ്, കാര്യങ്ങൾ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണല്ലോ അല്ലേ? രഞ്ജിത്ത്, ഇന്ന് രാവിലെ പുലർച്ചെ 5 മണിയോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടായത്. ഈ ഒരു 2 വാഹനങ്ങൾ പൂർണ്ണമായി, ഏകദേശം ഒരു വാഹനം ഭാഗികമായി, മറ്റൊരു വാഹനം പൂർണ്ണമായും കത്തിനശിച്ച ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഉടൻ തന്നെ അഗ്നിശമന സേന ഇവിടെ എത്തുകയും തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്യുകയായിരുന്നു. ഒരു നിലവിലെ പ്രാഥമിക നിഗമന പ്രകാരം ഇതൊരു ഷോർട്ട് സർക്യൂട്ട് മൂലമുണ്ടായ തീപിടുത്തം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് നാശനഷ്ടങ്ങൾ, ഈ വാഹനങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചതല്ലാതെ മറ്റ് കെട്ടിടത്തിനടക്കം കേടുപാടുകൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. മാത്രമല്ല, അത്തരം തീ പടരുന്നതിന് മുൻപ് തന്നെ ഫയർഫോഴ്സ് അവിടെ എത്തുകയും തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. ഈ ഒരു സമയം പുലർച്ചെ 5 മണിക്ക് കാറുകൾക്ക് തീപിടിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നടക്കം ഇപ്പോൾ ഫയർഫോഴ്സും ഒപ്പം പോലീസും പരിശോധിക്കുന്നുണ്ട്. നിലവിലെ പ്രാഥമിക നിഗമന പ്രകാരം ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ പരിശോധനയ്ക്കും മറ്റും ശേഷം മാത്രമേ ഇതിൻ്റെ തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമാവുകയുള്ളൂ. അപകടങ്ങൾ, അതായത് മറ്റ് പരിക്കുകളോ മറ്റോ ഒന്നും തന്നെ ആർക്കും ഉണ്ടായിട്ടില്ല. വാഹനം നിർത്തിയിട്ട വാഹനമായിരുന്നു. നിലവിൽ തീ നിയന്ത്രണ വിധേയമാണ്. രഞ്ജിത്ത്, ശരി. സാരംഗാണ് ഇവരൊക്കെ.